മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് വാൻഹായ് കപ്പലുമായി ബന്ധപ്പെട്ടാണ്. കപ്പലിൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. 5 കപ്പലുകളും 2 ഡോണിയർ വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററുമാണ് നിലവിൽ ദൌത്യത്തിലുള്ളത്. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിഞ്ഞ അവസ്ഥയിലാണ്. ടഗ് ബോട്ടിന്റെ സഹായത്തോടെ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. കാണാതായ 4 പേർക്കുള്ള തിരച്ചിലും തുടരുകയാണ്. സിജോ വർഗീസ് തുടരുന്നുണ്ട്. സിജോ, എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കപ്പൽ ചെരിയാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് അറിയുന്നു. കപ്പലിനെ വലിച്ച് ആഴക്കടലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണോ ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം? ജിൽസി, ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ആശങ്ക പൂർണ്ണമായി ഒഴിയുന്നില്ല. കാരണം ഈ കപ്പലിൽ ടൺ കണക്കിന് ഇന്ധനമുണ്ട്. ഒപ്പം തന്നെ അപകടകരമായ വസ്തുക്കൾ, വിഷമയമുള്ള വസ്തുക്കൾ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ ഉണ്ട്. ഈ കപ്പൽ ഏതാണ്ട് 10-15 ഡിഗ്രി വരെ ചെരിഞ്ഞ ഒരു അവസ്ഥയിലാണ്. കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്, കടലിൽ മുങ്ങിത്താന്നിട്ടുണ്ട്, അത് ഒഴുകി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആണ് വലിയ രീതിയിലൊരു പ്രതിസന്ധി ആവുന്നത്. കാരണം ഈ കപ്പൽ അല്ലെങ്കിൽ ഈ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ അത് കപ്പൽ ചാലുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റു കപ്പലുകൾ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഏതെങ്കിലും രീതിയിലുള്ള വിഷമയമുള്ള വസ്തുക്കളാണ് നിലവിൽ കടലിൽ പതിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ ആശങ്കയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ കപ്പൽ ഏതെങ്കിലും വിധേന ഈ കൂടുതൽ ഉൾക്കടലിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതായത് ഈ ടഗ് ബോട്ടിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ കപ്പൽ അങ്ങോട്ട് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 5 കപ്പലുകൾ, 2 ഡോർണിയർ വിമാനങ്ങൾ, ഒപ്പം തന്നെ ഒരു ഹെലികോപ്റ്ററും ഈ ദൗത്യത്തിൽ പങ്കാളിയാവുന്നുണ്ട്. വ്യോമസേനയുടെ സഹായവും തേടിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇനിയുള്ള ഒരു തുടർ അപകടങ്ങൾ, അതിന്റെ ആഘാതം കുറയ്ക്കുക എന്നുള്ളൊരു ശ്രമമാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും കൂടി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു പ്രധാന കാര്യം, ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അല്ലെങ്കിൽ 4 പേരെ കാണാനായിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇവിടെ നിന്ന് ഈ കപ്പലിൽ നിന്ന് കടലിൽ പതിച്ചിരിക്കുന്ന വസ്തുക്കൾ അത് നീക്കം ചെയ്യുക, കണ്ടെയ്നറുകൾ കണ്ടെത്തുക. അതായത് ഈ കടലിൽ മുങ്ങിപ്പോയ കണ്ടെയ്നറുകൾ അവ എവിടെയാണ് എന്നുള്ളത് അതിൻ്റെ ലൊക്കേഷൻ അടക്കം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യമാണ് നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ മറ്റൊരു പ്രധാനമായിട്ടുള്ള വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നതോടുകൂടി ഈ ഡോർണിയർ വിമാനങ്ങൾക്ക് നിരീക്ഷണം നടത്താനുള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രതികൂല കാലാവസ്ഥ വലിയൊരു വെല്ലുവിളിയാണ്. എങ്കിൽ പോലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.